നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന കോട്ടയം ജില്ലയിലെ മറ്റത്തിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള താവ് വെള്ളക്കട എന്ന കർഷകൻ്റെ കൃഷിഭൂമിയിലാണ്. അദ്ദേഹം സമ്മിശ്ര കൃഷിക്കുള്ള അവാർഡുകൾ വാങ്ങിയിട്ടുള്ള കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമി എന്ന് പറയുന്നത് ഒരു ഹിൽ സൈഡാണ്. ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഇത്രയും നല്ല ഭംഗിയായിട്ട് ഈ കൃഷികളെല്ലാം സജ്ജീകരിച്ച് ഇവിടെ വെക്കാൻ സാധിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഭൂമി മുഴുവൻ തട്ടുതട്ടായിട്ട് തിരിച്ച് അത് ഓരോന്നും കയ്യാലെല്ലാം വെച്ച് തിരിച്ച് ഓരോ വൃക്ഷത്തിൻ്റെ ചുവട്ടിലും വെള്ളവും വളവും എത്തിച്ചേർത്തക്ക രീതിയിലെല്ലാം ക്രമീകരിച്ചാണ് അദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ കൃഷിത്തോട്ടം ഒന്ന് സന്ദർശിക്കാം. എന്തൊക്കെ കൃഷികളാണ് അവിടെ ഉള്ളത്? എനിക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ കൃഷികളും ഉണ്ട്. പച്ചക്കറി ഉണ്ട്, അതുപോലെ തന്നെ കുരുമുളകുണ്ട്, വാഴയുണ്ട്, നടുന്നതൊക്കെ എല്ലാ സാധനം തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ഇഞ്ചി, മഞ്ഞൾ. ഈ ഭൂമിയിൽ ഇപ്പം എന്നൊക്കെയാ ഉള്ളത്? ഈ ഭൂമിയിൽ ഇപ്പം ഞാനിത് സ്ഥലം വാങ്ങിച്ചിട്ട് അധികം വർഷമായില്ല, ഒരു 1.5 കൊല്ലമായുള്ളൂ. അത് മുതൽ പണി എടുത്ത സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയും മലയിൽ വന്ന് ഈ സ്ഥലം വാങ്ങാനുള്ള കാരണം എന്നാ? ഇത്രയും മലയിൽ സ്ഥലം വാങ്ങിക്കാൻ എനിക്ക് ഈ ടൗൺ ഏരിയയൊക്കെയാണ് എനിക്ക് ഇഷ്ടം. മലമ്പ്രദേശമാണ്. അഞ്ചക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ നമുക്ക് ഉണ്ടാകുന്നത് ടൗണിലേക്കാൾ കൂടുതലായിട്ട് മലമ്പ്രദേശത്ത് കൃഷി ചെയ്താൽ നന്നായിട്ടുണ്ടാവും. എന്നുവെച്ചാൽ എൻ്റെ വീട് ഇവിടുന്ന് ഒരു കുറച്ചുകൂടെ താഴെയായിട്ടാണ്. അപ്പോൾ നമ്മൾ വീടുമായിട്ട് അടുത്ത് വയ്ക്കുന്നു. എനിക്ക് കൃഷിയെ സ്നേഹിക്കാനും അതനുസരിച്ച് വന്ന് പണിയാനും എല്ലാ ദിവസവും കയറി വരാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം. യാതൊരു പൊല്യൂഷനും ഇല്ല ഇവിടെ ഒരു ശല്യമില്ല. നല്ല ക്ലിയർ ക്ലൈമറ്റ് ആണ്. നല്ല എയർ സർക്കുലേഷൻ ഉണ്ട്, കാറ്റുണ്ട്, അതുപോലെ തന്നെ നല്ല വായു കിട്ടും. സംഗതി വന്നെത്താനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ വന്നെത്താൻ ബുദ്ധിമുട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും കയറി വരുന്ന സ്ഥലം ഇത് ആണല്ലേ. ഈ ഇനോവ മുതൽ ടിപ്പർ, JCB, അതായത് എനിക്കൊരു ജീപ്പുണ്ട്, അതുപോലെ ഏത് വണ്ടി ഇവിടെ കയറി വരും. ഞാൻ 2 വീലറില്ല. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇവിടെ കയറി. അത് ശരി. നമ്മൾ ഈ കാണുമ്പോൾ ഓർക്കും ഇത് എങ്ങനെ ഇവിടെ എത്തിച്ചേരുന്നുള്ളത്. അതിന് വഴിയുണ്ട്, പിന്നെ നല്ല വഴിയുണ്ട്. സ്കൂട്ടർ, എനിക്ക് ചെറിയ ആക്റ്റീവ് ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് രാവിലെ വീട്ടിൽ നിന്ന് കയറി പോരും. ഒരു 5-5:30 ആകുമ്പോൾ ഏറ്റവും പയ്യെങ്കിൽ പോരും. അപ്പോൾ ഒരു വ്യായാമമാണ്, മോർണിംഗ് വാക്ക് പോലെ അല്ലേ. ജലസേനത്തിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്ന് ഞാൻ ഒരു 200 അടി പൊക്കത്തിൽ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ കിണറ്റിൽ നിന്ന് വെള്ളം അതിൻ്റെ അകത്തോട്ട് അടിച്ചു കയറ്റിയിട്ട് അവിടുന്ന് ത്രൂ ഔട്ട് വെള്ളം എടുത്താണ് നമ്മൾ കൃഷി നനയ്ക്കുന്നത്. ഈ കിണർ സാവ് നിർമ്മിച്ചാണോ? അതേ അല്ല, ഞാൻ വാങ്ങിക്കുമ്പോൾ ഈ കിണറുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്തു, കുറച്ചുകൂടെ താത്തി എടുത്തു. എന്തോരം വെള്ളം ഉണ്ട് അതിനകത്ത്? ഇപ്പോൾ ഒരു രാവിലെ 2000 ലിറ്റർ അടിക്കാനുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്കൊരു എല്ലാ ദിവസവും ഞാൻ 2000 വെച്ച് അടിച്ചു കയറ്റുന്നുണ്ട്. ഇത് മായ എന്ന് പറഞ്ഞ ഒരു ഇനമാണ്. മായ ഇത് ഞാൻ മണ്ണൂത്തിയിൽ ഒരു കൃഷി എനിക്ക് ഈ തൈകളൊക്കെ തരുന്നുണ്ട്. എൻ്റെ മാലിമുളക് അവർക്ക് ഞാൻ കൊടുക്കുകയും അവരിൽ നിന്ന് ഞാൻ തൈ എടുത്താണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നത്. ഞാൻ എൻ്റെ വിത്തെല്ലാം അവർക്ക് അങ്ങ് കൊടുക്കും. ശരി. വിത്ത് എടുക്കുന്നതിൻ്റെ തൈകളൊക്കെ ഇത് പാവയ്ക്ക ഉണ്ടാക്കി കിടക്കുന്ന കാണിക്കാം. പിന്നെ എന്നാ ഇത് ഞാൻ ഇങ്ങനെ അങ്ങ് പൊതിഞ്ഞെട്ടിയിടുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എത്ര ദിവസമായി ഉണ്ടായിട്ട്? ഇപ്പോൾ അധികം ദിവസമായില്ല, പറിക്കാറായില്ല, പകുതി മൂപ്പ് പോലും ആയിട്ടില്ല. അപ്പോൾ ഇത് എന്തോരം മുഴുപ്പ് വെക്കുന്നത്? ഇത് നല്ല വലുപ്പം വെക്കും. ആണോ? അത് ശരി. ഈച്ചയുടെ ശല്യം ഉണ്ടായിരിക്കാനല്ലേ? ഈച്ചയുടെ എല്ലാം പുഴു വരും. ഞാൻ അതുകൊണ്ട് വിഷമൊന്നും അടിക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഈ പുഴു ഇങ്ങനെ കയറി വരുന്നത്. കണ്ടോ, ഇതാണ് പുഴു. പുഴു കണ്ടോ? ഞാൻ ഈ പുഴു ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് പാവയ്ക്കാക്കി വിഷം അടിക്കുന്നില്ല. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ഉപയോഗിക്കാനുള്ള കാരണം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ടേ ഞാനത് പുറത്ത് കൊടുക്കുള്ളൂ. ഈ പുഴുവിനെ ഇപ്പം കണ്ടല്ലോ, ഇത് ഇനി ഈ പാവയ്ക്കാൻ നമുക്ക് നഷ്ടപ്പെടുമോ? ഇല്ല, നഷ്ടപ്പെടുകയില്ല. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പുഴുവിനെ ഞാൻ എടുത്ത് കളഞ്ഞല്ലോ. പുഴുവിനെ എടുത്ത് കളഞ്ഞിട്ട് ഇത് നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്ത് വിട്ടാണ്. ഓ, അത് ശരി. അപ്പോൾ ഇനി വീണ്ടും വളർന്നു വന്നു? പിന്നെ ഒരു കുഴപ്പമില്ല. ഇത് സാധാരണ രീതിയിൽ ഇതിന്റെ ഏറ്റവും വളർന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടോ? ഈ പാവയ്ക്ക വളർന്ന അവസ്ഥ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ അറ്റത്തെ പൂ പൊഴിഞ്ഞിട്ടില്ല. ഈ പൂവ് ഇതുണ്ടോ? ഈ പൂ പൊഴിഞ്ഞിട്ടില്ല. ഈ പൂ പൊഴിയാത്തടത്തോളം കാലം പാവയ്ക്ക വളർന്നുകൊണ്ടിരിക്കും. അതെന്റെ ഒരു സൈനാണ്. ഇത് കണ്ടോ? ഈ പാവയ്ക്കയുടെ നീളം കണ്ടോ? ഇത് കണ്ടോ? ഇതിങ്ങനെ നീണ്ടിങ്ങ് വരും. നല്ല നീളം വെക്കും ഈ പാവയ്ക്ക. ഇതിന്റെ ഒറിജിനൽ ആ മുഴുപ്പ് കണ്ടിട്ടുണ്ടോ സാവു? ഞാൻ ഒറിജിനൽ മുഴുപ്പ് കണ്ടിട്ടുണ്ട്. അത് ഇത്ര നീളം ഉണ്ടാവോ? ഏതാണ്ട് ഒരു 1.5 അടി. 1.5 അടി എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഇതിന്റെ ഒരു പകുതിയും കൂടെ നീളം വരും. ഈ വണ്ണത്തിൽ ഒരു ഇത്ര നീളം ഉണ്ടാവും. ഓ, ശരി. അപ്പോൾ ഈ വണ്ണത്തിൽ ഒരു 2 പാവയ്ക്ക 3 പാവയ്ക്ക ഉണ്ട് ഗ്യാരണ്ടി ആയിട്ട് 1 കിലോ. ഓ, അത് ശരി. 3 പാവയ്ക്ക 1 കിലോ ഉണ്ട്. അത് ഗ്യാരണ്ടിയാണ്. 3 പാവയ്ക്ക ഉണ്ടെങ്കിൽ 1 കിലോ ഉണ്ടെങ്കിൽ നല്ല വിളവല്ലേ? നല്ല കുഴപ്പമില്ല. എൻ്റെ കാഴ്ചപ്പാടാണ്. ഞാൻ ഇതിന് ചാണകവെള്ളമാണ്. ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് ചാണകം കലക്കിയിട്ടുണ്ട്.
ആ ചാണകം കലക്കിയിട്ടേക്കാണ്. അത് വളരെ നേർപ്പിച്ചാണ് നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ചാണകം ഒരിക്കലും നമ്മൾ കട്ടിയായിട്ട് കലക്കി കൊടുക്കരുത്. അങ്ങനെ കിടന്ന പാട പോലെ കിടക്കും അല്ലേ? അല്ല, കട്ടിയാക്കി കഴിഞ്ഞാൽ ഇത് വളം എടുക്കുകയല്ല. ഇതിപ്പോൾ ഞാനിതൊന്ന് കുത്തിയിട്ടേക്കാം. പറിക്കാറാകാത്തതുകൊണ്ടാണ് കുത്തിയിടുന്നത്. ആയിക്കോട്ടെ. ഒരു 15 ദിവസം കഴിഞ്ഞിട്ടേ ഞാനിത് പറിക്കുള്ളൂ. ശരി. കാബേജ് കൃഷിയൊക്കെ ഉണ്ടല്ലോ? ഞാൻ കാബേജ് ഉണ്ട്, കൂർക്കയുണ്ട്, പയറുണ്ട്, ഇതുണ്ട്, ചീനി, പല വെറൈറ്റിയിലുള്ള ചീനികളുണ്ട്, വഴുതനയുണ്ട്, പടവലമുണ്ട്. ഞാൻ തൈ നിൽക്കുന്നതേ ഉരുളക്കിഴങ്ങിന്റെ അത് ഉരുളക്കിഴങ്ങിന്റെ തൈ. ഉരുളക്കിഴങ്ങ് നട്ടേക്കുന്നത്. ഓ അത് ശരി. മാവൊക്കെ ഉണ്ട്, പയറുണ്ട്. അപ്പം ഇവിടെ തന്നെ ഒരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് എന്താവശ്യമുണ്ടോ ആ പച്ചക്കറികൾ എനിക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കുക, അത് നമ്മുടെ വിഷരഹിതമായ പച്ചക്കറി നമ്മുടെ വീട്ടിലെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊന്നും വിഷമടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് കിട്ടുന്നത് കിട്ടിയാൽ മതി എന്നോർത്ത് നമ്മളവിടെ അങ്ങനെ വലിയൊരു ശല്യം, കീടങ്ങൾ വന്ന് ആക്രമിക്കുന്ന ഒരു പരിപാടി ഇല്ലതാണ്. അല്ല, അങ്ങനെ ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് കളയുന്നുണ്ടല്ലോ. പിന്നെ അപ്പം ഞാൻ എല്ലാം വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ പുഴുവിനെ എടുത്ത് കൊന്നു കളയും. സാബ്, ഈ പാവലിന് ഈ പേപ്പർ കിട്ടുന്നുണ്ടല്ലോ? പേപ്പർ കിട്ടുന്നുണ്ട്. അത് എന്തോരം വലിപ്പമാകുമ്പോഴാണ് കിട്ടുന്നത്? ഞാൻ ഇപ്പോൾ ചെയ്തു വരാറുള്ളത് ഇത് കണ്ടോ, ഈ വലുപ്പം ആകുമ്പോൾ പേപ്പർ അങ്ങ് കിട്ടിയിടും. ഈ വലുപ്പം അതുപോലെ തന്നെ ഇതൊക്കെ അങ്ങനെ വരുന്നതാണ്. ഇതിപ്പോൾ അടുത്ത ദിവസം കിട്ടും. ഇതൊക്കെ പേപ്പർ കെട്ടാത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പേപ്പർ കെട്ടാതെ നോക്കണമെന്നേ. ഇതിപ്പോൾ നമ്മളെല്ലാം ഈ മുഴുവൻ പേപ്പർ കെട്ടിയിട്ടേക്കുമ്പം എന്ത് പുതിയ എന്നൊരു തോന്നൽ വരും. അതുകൊണ്ട് ഞാൻ അതങ്ങനെ കൂടുതലും പേപ്പർ കെട്ടാൻ പോകുന്നില്ല. ഇതിപ്പം ഇതിനൊന്നും ഒരു കീടം വന്ന് കയറുകയല്ല. പക്ഷേ പേപ്പർ കെട്ടായതിൽ അതിൽ കീടമൊന്നുമില്ല. കീടം വന്ന് അങ്ങനെ കയറുകയല്ല. പക്ഷേ പേപ്പറിൻ്റെ അകത്ത് ചിലപ്പോൾ പുഴു വരും. പേപ്പർ ഉള്ളതിനാണ് കൂടുതലും പുഴു കാണുന്നത്. അല്ലാതെ അങ്ങനെ വലിയ പുഴുവിൻ്റെ ശല്യം കാണുന്നില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു നീളം ഇത് കണ്ടോ, പൂ പൊഴിഞ്ഞിട്ടില്ല. ഇത് ഇത്രയും കൂടെ നീളം ഇതായാലും വെക്കും, അത് ഗ്യാരണ്ടിയാണ്. ഈ കൃഷിയിടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നതാ? ഞാൻ കുരുമുളകാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനോടനുബന്ധിച്ച് മാവ് വെച്ചിട്ടുണ്ട്, പ്ലാവുണ്ട്, പിന്നെ അതുപോലെ നമ്മൾ കപ്പളം കൃഷി ചെയ്തിട്ടുണ്ട്, പിന്നെ വാഴയുണ്ട്, പിന്നെ കശുമാവുണ്ട്. ഈ വക എല്ലാ സാധനങ്ങളും ഞാൻ ഈ പറമ്പിൽ നട്ടിട്ടുണ്ട്. മോളിൽ കാണുന്നില്ല വാഴയല്ലേ? ഇതെല്ലാം വാഴയാണ്. ഇത് പൊക്കം കുറഞ്ഞ ഞാലിപ്പൂവനാണ്. ഞാൻ എത്ര സൈസ് വാഴ ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ അകത്ത് 4 സൈസ് ഉണ്ട്. ചില ഞാലിപ്പൂവനാണ് കൂടുതൽ വെച്ചേക്കുന്നത്. പിന്നെ റോഗസ്റ്റായുണ്ട്, പൂവനുണ്ട്, പാളയംകോട്ടൻ നിൽക്കുന്നു തോന്നിയാ? പാളയംകോട്ടനും ഉണ്ട്. കുഴി കുത്തിയിട്ടേക്കുന്നത് അതെ, ഞാൻ ഒരു വെള്ളം പിടിക്കാൻ വേണ്ടി ഒരു ടാങ്കല്ല, ഒരു ചെറിയൊരു കുളം പോലെ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര ഇങ്ങനെ കല്ലെല്ലാം പൊട്ടിച്ച് കൂട്ടിയിട്ടേക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം അത് കോൺക്രീറ്റ് ചെയ്യണം, കെട്ടണം. പിന്നെ ഇവിടെ പുറത്ത് വരുന്നവർക്ക് ചുമ്മാ ഇരിക്കാനൊക്കെ ആയിട്ടൊരു അരപ്രൈസ് പോലെ റെഡിയാക്കാൻ. അപ്പോൾ എത്ര അടി കിണറ്റിൽ വെള്ളം ഇടാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്? ഇതിൻ്റെ അകത്തൊരു 50,000 ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള രീതിയിലാണ്. പക്ഷേ വന്ന് നോക്കിയ മേസ്ത്രി പറഞ്ഞ 50,000 അല്ല, 1,00,000 മുകളിൽ ലിറ്റർ കയറുമെന്ന് പറഞ്ഞു. ഈ സൈഡ് കെട്ടി കൊടുത്താൽ മതി അല്ലേ? പണിത് വന്നെങ്കിലേ അറിയത്തുള്ളൂ. ഇതിപ്പം റൗണ്ടിലാണ് ഞാൻ കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. ആർച്ച് പോലെ കെട്ടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ശരി. ഇതാണ് ഈ കറുവ എന്ന് പറയുന്നത്. നമ്മൾ കറുവപ്പട്ടയില്ല, ആ മരമാണിത്. കറുവപ്പട്ടയിലെ ഇറച്ചിക്കകത്തൊക്കെ ഇടുന്നേ? ഇറച്ചിക്കും ബിരിയാണിക്കും ഒക്കെ ഇടുന്ന കറുവപ്പട്ട തന്നെ ഇത്. ഇതെങ്ങനെ ശേഖരിക്കുന്നേ? ഞാൻ ഇതിന്റെ ഏരം മുറിക്കും. ഏരം മുറിച്ചിട്ട് അത് നമ്മൾ തൊലി പൊളിച്ച് വെളുത്തിട്ട് ഉണങ്ങിയെടുക്കുക. അത് കൊടുക്കാറുണ്ടോ? നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുക. കടകളിൽ കൊണ്ട് വിൽക്കാനൊന്നും മെനക്കെട്ടിട്ടില്ല. എന്നാണ് അതിനുള്ള സമയം കിട്ടുന്നില്ല. അപ്പൊ നമ്മളങ്ങനെ ഏരം മുറിക്കുമ്പോഴേ വീണ്ടും അത് തളർത്തുണ്ടോ? മുറിച്ച ഏരത്തിന്റെ ആണ് ഈ കിളിർപ്പൊക്കെ കാണുന്നത്. ശരി. ഒരു കൈയുടെ വണ്ണമൊക്കെ ആവും മുറിക്കാൻ പറ്റും അല്ലേ? കൈയുടെ വണ്ണമൊക്കെ ഉള്ള ഏരമൊക്കെ മുറിച്ചെടുക്കും. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുറിച്ചതാണ്. അങ്ങോട്ട് നിൽക്കുന്ന ചെറിയ ഏരം, പിന്നെ ഏരം മുറിച്ചതാണ്. അതുപോലെ ഈ മുകളിലേക്കുള്ള ഏരമൊക്കെ മുറിച്ചതാണ്. ഈ നിൽക്കുന്ന ഏരമൊക്കെ മുറിക്കാനുള്ളതാണ്. എത്ര നാൾ കൂടുമ്പോഴാണ് മുറിക്കുന്നത്? ഇതിപ്പോ നമുക്ക് ആവശ്യം വരുമ്പോൾ മുറിക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ കാലമൊന്നും നോക്കുന്നില്ല. ഒരുമാതിരി വണ്ണം മൂപ്പോ എത്തി തൊലി മുറിച്ചെടുക്കും. അല്ല, അത് ബിസിനസ് പരമായിട്ടല്ലെന്നേ. ഇതൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിന്. ആരെങ്കിലും ഇപ്പം ചേട്ടൻ വന്നതിനോട് ചോദിക്കുക, എനിക്ക് ഇച്ചിരി കറുവപ്പെട്ടാണല്ലോ, വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മരത്തെ മുറിച്ച് റെഡിയാക്കി തരാമെന്ന് പറയും. അങ്ങനെ കൊടുക്കുള്ളൂ. ഇതൊരു വെറൈറ്റി മാവാണ്. ഇതിപ്പം അടുത്ത കൊല്ലത്തേക്ക് മിക്കവാറും കായ്ക്കാൻ ചാൻസ് ഉണ്ട്. എത്രമായി നട്ടിട്ട്? ഇതിപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഞാൻ ഈ പറമ്പ് മേടിച്ച ഉടനെ തന്നെ ഇതിന്റെ കാകുണ്ടായിരുന്നോ? അതിന്റെ പഴം ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള മാമ്പഴമാണ്. അത് ഇവിടെ ഇല്ല, അത് തമിഴ്നാട്ടിലേ ഉള്ളത്. മുഴുപ്പില്ല, ഒന്നുമില്ല. നല്ല മാംസമാണ്. ദശയുള്ള മാങ്ങ. ടേസ്റ്റും ഉണ്ട്. എന്നാ വലിയ പുളിയില്ല. എന്തൊരു മുഴുപ്പ് വെക്കുന്ന? ഒരു 150-200 ഗ്രാം കാണുമായിരിക്കും. ഇപ്പൊ അതിന്റെ തൂക്കം നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല. വളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതനുസരിച്ച് സാമാന്യ ഒരു മൂവാണ്ടം മാങ്ങയേക്കാൾ ഇച്ചിരി വലിപ്പം.
ഈ കുരുമുളക് മുഴുവനും മുരിക്കലാണ് കയറ്റി വിട്ടത്? എല്ലാം മുരിക്കലാണ് പറ്റും. അത് ശരി. എത്ര ഇനം കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ട്? ഇതിപ്പോൾ ഒരു 4 സൈസ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഒന്ന് കരിമുണ്ട ചെയ്തിട്ടുണ്ട്, പിന്നെ പന്നിയൂറ് 8 എന്ന് പറഞ്ഞത് ചെയ്തിട്ടുണ്ട്. പിന്നെ പണ്ട് നമ്മുടെ എൻ്റെ വല്യപ്പൻ്റെ കാലത്ത് പറമ്പിൽ നട്ടുണ്ടായിരുന്ന വെളുത്തനാമ്പൻ എന്ന് പറഞ്ഞൊരു കൂടി ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 ഇനം ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കരിമുണ്ടയാണ് ചെയ്തത്. ഇതിന്റെ ഏതെങ്കിലും ഈൽഡ് കിട്ടാൻ തുടങ്ങിയോ? ഇല്ല, ഈ കൊല്ലം 1-2 ചരടായേ ഉള്ളൂ. അത് ഇട്ടിട്ട് 1 വർഷം ആയുള്ളൂ കുടി. ഇത് ഏതാണ് മെച്ചം എന്നുള്ളത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. എന്നാലും എൻ്റെ അറിവിൽ കരിമുണ്ട തന്നെയാണ് മെച്ചം. ഓക്കെ. അതിനുവെച്ചാൽ നമ്മൾ പുതിയ വെറൈറ്റിയെ പറ്റി ഒന്നും അധികം ചെയ്തിട്ടില്ല. ഈ കുരുമുളകേ കൃഷി ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് പ്ലാന്റ് നടന്ന് എങ്ങനെയാ കൂടലാക്കി കൊണ്ടുവന്ന് നടുവാണോ? ഇത് ഞാൻ വാങ്ങിയത് ഈ പന്നിയൂർ 8-ന്റെ ഒക്കെ ഇത് പ്ലാന്റ് കൂടായി തന്നെയാണ്. അത് കൊണ്ടുവന്ന് നമ്മൾ ഈ അവര് ഒരു മുട്ട് വെച്ച് ഇങ്ങനെ പതി വെച്ചെടുത്ത തൈകളാണ്. ഞാൻ ഈ രാമപുരത്തിന് പോകുന്ന വഴിക്ക് അവിടെ ഒരു നഴ്സറിയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചു കൊണ്ട് വെച്ചത്. നല്ല ഗ്രോത്ത് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളത് ഞാനിത് തല മുറിച്ച്, ചെന്തല എന്ന് പറയുന്ന സാധനം മുറിച്ച് കഴിഞ്ഞ് ഈ പുതുമഴ പെയ്തപ്പോൾ, പുതുമഴ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇട്ടത് എനിക്ക് സമയം കഴിഞ്ഞു പോയായിരുന്നു, പണി തീർന്നു വന്നില്ല. അതുകൊണ്ട് താമസിച്ചാണ് കൂടി ഇടാൻ സാധിച്ചത്. അങ്ങനെ താമസിച്ചാട്ടെ അത് ചെന്തല മുറിച്ച് മണ്ണിൽ ഒരു ചോട്ടിൽ 4 തല വീതം അങ്ങിടും. അത് കഴിഞ്ഞ് അത് തളത്ത് വെച്ച് കെട്ടി കയറി. ഈ 4 തലയും വളർന്ന് വരാറുണ്ടോ? എല്ലാത്തിലും 4 തല വെച്ചില്ല. ചിലത്തിൽ 3 തലയേ ഉള്ളൂ, ചിലത്തിൽ 2 തലയേ ഉള്ളൂ. അത് 1 തല പിടിച്ചത് കൊടിയുണ്ട്. കുഴപ്പമൊന്നുമില്ല, കയറി പടർന്നോളൂ. കൂടത്തെ ഏത് സമയത്തും വെക്കാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് തല മുറിച്ചിടുന്നതിന് പ്രത്യേക സമയം നോക്കാറുണ്ടോ? അത് പഴയ കാലത്ത് കാരണന്മാർ പറഞ്ഞു കേട്ടേക്കുന്നത് തിരുവാതിര ഞാറ്റുവേലയിൽ ഈ തല മുറിച്ചിടുന്നത് വെച്ചാൽ നന്നായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് കൂടുതലും ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ വാവിൻ്റെ ഇതുണ്ട്. കറുത്ത വാവിന് ഒരു 4 ദിവസം മുമ്പ് നമ്മളിത് കട്ട് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ വെളുത്ത വാവിനാണെങ്കിലും 4 ദിവസം മുമ്പ് ഇത് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ വാവ് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തല കട്ട് ചെയ്യാവുള്ളൂ. ഇളമ്പൊക്കം നോക്കിയാണ് എങ്കിലേ നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടുള്ളൂ. പിടിക്കും, പക്ഷെ വളർച്ച കിട്ടണമെങ്കിൽ നമ്മൾ ഇതൊക്കെ നോക്കി ചെയ്യണം. സാമി പ്ലാവ് കായ്ച്ചല്ലോ, അത് ഏതിനോ? ഇത് വെച്ചിട്ട് 1 വർഷം ആകുന്നേ ഉള്ളൂ. ഇത് ഞാൻ ഈ നമ്മുടെ ഈ മൂലമറ്റത്തിന് പോകുന്ന വഴിക്ക് സെൻറ് ജോസഫ് നഴ്സറി എന്ന് പറഞ്ഞ നഴ്സറിയിൽ നിന്ന് അവിടുത്തെ ചേട്ടൻ എനിക്ക് തന്നുവിട്ട തൈയാണ്. ഇത് ഏതെനോ? ഇത് വിയറ്റ്നാം എയർലി എന്ന് പറയും. നല്ല വരിക്കാന്നാ പറഞ്ഞേക്കുന്നത്. ഞാൻ ആദ്യത്തെ ചക്ക ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്, അധികം നിർത്തിയില്ല, ബാക്കി കട്ട് ചെയ്തു. ഞാൻ ചെറുതായിരുന്നപ്പോൾ കട്ട് ചെയ്തെടുത്തു. എല്ലാ കാലത്തും ഫലം കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഉള്ള ഒരു സാധനമുള്ള വിയറ്റ്നാം എയർലി അല്ലേ? അതെന്ന് പറയുന്നു. പക്ഷെ എന്നാണേലും ഞാൻ നോക്കിയിട്ട് വലിയ വലിപ്പം വെക്കുന്നില്ലെങ്കിലും ചക്ക ഉണ്ടാകുന്നുണ്ട്. ചന്ദ്രന്റെ തോട്ടത്തിൽ ചെന്നപ്പോഴേ അവർ ബന്ദി നട്ടേക്കുന്നത് കണ്ടു. ബന്ദി നട്ടേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീടങ്ങളെ അകറ്റാൻ വേണ്ടിയാണ് നമ്മൾ ബന്ദി നടുന്നത്. ഈ സാവ് ഇവിടെ തുളസി നട്ടിട്ടുണ്ടല്ലോ. ഈ തുളസി നട്ടേക്കുന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. ആണോ? കീടാണ് ഈ നമ്മൾ ഈ മുഞ്ഞ അതുപോലെയുള്ള സാധനങ്ങളൊന്നും അധികം വന്ന് ഈ ഉതിരുകൊണ്ടാകല. അപ്പൊ ഇതിന്റെ സ്മെല്ല് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് കീടങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വേനൽക്കാലങ്ങളിൽ ഇങ്ങനെ പറമ്പുകളിലേ ഈ ഇങ്ങനെ ചെത്തി കൂട്ടാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെത്തി കൂട്ടി? ഞാൻ ചെത്തി കൂട്ടിയുടെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നല്ല ചൂടുള്ള പ്രദേശമാണ്. ഈ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മണ്ണ് ഇങ്ങനെ ചെത്തി കൂട്ടിയേക്കുന്നത്. മണ്ണ് ഇതിൻ്റെ അകത്ത് മുഴുവൻ പള്ളയും ചെത്തി ഇതിന്റെ ചോട്ടിൽ ഇങ്ങനെ റൗണ്ടിൽ കൂട്ടിയിടും. പ്ലാന്റുകളൊക്കെ നല്ലതാണ്. അപ്പം നമുക്ക് താഴെ നല്ല തണുപ്പ് നിൽക്കും. പക്ഷേ ഈ ചെത്തി കഴിയുമ്പോഴത്തേക്കും ഈ ഭൂമിയിൽ ഈ മേമ്പാട് പൊടിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ അടിയിലേക്കുള്ള ഈർപ്പം വലിച്ചു പോവുക. അപ്പോൾ അതാണ് നമ്മൾ ഹൈറേഞ്ച് മേഖല ഉദാഹരണത്തിനെടുത്ത്, ഹൈറേഞ്ചിൽ ഇതിലും ചൂടുള്ള പ്രദേശമാണ്. ഹൈറേഞ്ചിൽ കൊടിക്കകത്ത് ഏലത്തിനകത്ത് കംപ്ലീറ്റ് അവർ ഇതുപോലെ ചെത്തി നല്ല വൃത്തിയായിട്ട് ഇടും. നമ്മുടെ ഇവിടങ്ങളിൽ തോട്ടമൊക്കെ ഉള്ളതുകൊണ്ട് ആരും തെളിക്കാനും പോവുകയല്ല, വെട്ടാനും പോകില്ല, കാട് പിടിച്ചിങ്ങനെ കിടക്കും. നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മൾ കൃഷിക്ക് ദോഷമാണ്. ഇതിപ്പം ഈ കൊടിക്കകത്ത് കംപ്ലീറ്റ് ഇങ്ങനെ ചെത്തിക്കൂട്ടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അത് നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ മതി. പക്ഷേ ചുവട്ടിൽ ഇതിൻ്റെ ഈ കൊടിയുടെ വേര് പടലം എന്ന് പറയുന്നത് ഏതാണ്ടൊരു 2 അടി അകലോ കാണുള്ളൂ. അത് ചെത്തരുത്. അത് നമ്മൾ പറിച്ച് ക്ലീൻ ചെയ്യാവുള്ളൂ. വേര് നഷ്ടപ്പെട്ടു. അത് മുറിഞ്ഞാൽ കേടുവരും. വേരിച്ചിലുണ്ടാവും മഴ വരുമ്പോൾ. മഴക്കാലത്ത് ഈ പരിപാടി ചെയ്യല്ലോ? മഴക്കാലത്ത് ഞാൻ തൂമ്പാക്കി ചെത്താറൊന്നുമില്ല. അത് വാക്കത്തേക്ക് ഇങ്ങനെ വീശി വിടുകയുള്ളൂ. പുല്ല് വീശിക്കളയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. മികച്ച കർഷകരുടെ കൃഷിത്തോട്ടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുകയോ ലൈക്ക് അടിക്കുകയോ മാത്രം ചെയ്താൽ മതിയാകും.